മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിലൊന്നാണ് ശ്രീകൃഷ്ണൻ തന്റെ സുദർശനചക്രം ഉപയോഗിച്ച് സൂര്യനെ മറച്ചത്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം ദിവസമാണ് ഈ നിർണായക സംഭവം അരങ്ങേറിയത്. അർജുനന്റെ വീരപുത്രനായ അഭിമന്യുവിന്റെ വധത്തിന് കാരണക്കാരനായ ജയദ്രഥനെ അടുത്ത സൂര്യാസ്തമയത്തിനു മുൻപ് വധിക്കുമെന്ന് അർജുനൻ പ്രതിജ്ഞയെടുത്തിരുന്നു. അല്ലാത്തപക്ഷം താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്നും അർജുനൻ ശപഥം ചെയ്തു. ഈ പ്രതിജ്ഞയെക്കുറിച്ചറിഞ്ഞ കൗരവർ ജയദ്രഥനെ എന്തു വിലകൊടുത്തും സൂര്യാസ്തമയം വരെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം അർജുനൻ സ്വയം ജീവിതം ഹോമിച്ചാൽ പാണ്ഡവപക്ഷം ദുർബലമാകുമെന്ന് അവർ കണക്കുകൂട്ടി. കൗരവരുടെ മഹാരഥന്മാർ ചേർന്ന് ജയദ്രഥന് ശക്തമായ സുരക്ഷാവലയം തീർത്തു. ദിവസം മുഴുവൻ നീണ്ട കഠിനമായ യുദ്ധത്തിലും അർജുനന് ജയദ്രഥന്റെ അടുത്തെത്താൻ സാധിച്ചില്ല. സൂര്യാസ്തമയം അടുത്തെത്തിയപ്പോൾ അർജുനൻ നിരാശനാകാൻ തുടങ്ങി. ഈ ഘട്ടത്തിലാണ് ശ്രീകൃഷ്ണൻ തന്റെ ദൈവികമായ ഇടപെടൽ നടത്തിയത്. തന്റെ ആയുധമായ സുദർശനചക്രത്തെ വിളിച്ചുവരുത്തിയ ശ്രീകൃഷ്ണൻ അതുപയോഗിച്ച് സൂര്യനെ മറച്ചു. ഇതോടെ ഭൂമിയിൽ ഇരുട്ടു പരക്കുകയും സൂര്യാസ്തമയം സംഭവിച്ചുവെന്ന് ഏവരും ധരിക്കുകയും ചെയ്തു. സൂര്യൻ അസ്തമിച്ചുവെന്നും അർജുനന്റെ പ്രതിജ്ഞ പരാജയപ്പെട്ടുവെന്നും കരുതിയ കൗരവർ ആഹ്ലാദാരവങ്ങൾ മുഴക്കി. തനിക്ക് ഇനി അർജുനനെ ഭയപ്പെടേണ്ടതില്ലെന്നു കരുതിയ ജയദ്രഥൻ അർജുനന്റെ അഗ്നിപ്രവേശം കാണാനായി തന്റെ ഒളിസങ്കേതത്തിൽ നിന്നും പുറത്തുവന്നു. ഇതുതന്നെയായിരുന്നു ശ്രീകൃഷ്ണൻ കാത്തിരുന്ന നിമിഷം. ജയദ്രഥൻ പൂർണ്ണമായും അർജുനന്റെ മുന്നിൽപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണൻ സുദർശനചക്രം പിൻവലിച്ചു. സൂര്യൻ വീണ്ടും ആകാശത്ത് പ്രകാശിച്ചു. തന്റെ കൺമുന്നിൽ ശത്രുവിനെ കണ്ട അർജുനനോട് ഒട്ടും സമയം പാഴാക്കാതെ അമ്പെയ്യാൻ ശ്രീകൃഷ്ണൻ ആജ്ഞാപിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ തൊടുത്ത അസ്ത്രം ജയദ്രഥന്റെ ശിരസറുത്തു. ഇപ്രകാരം ധർമ്മം സംരക്ഷിക്കുന്നതിനും തന്റെ ഭക്തനായ അർജുനന്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിനും വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ സുദർശനചക്രം കൊണ്ട് സൂര്യനെ മറച്ചത്. ഇത് ശ്രീകൃഷ്ണന്റെ ദൈവികമായ കഴിവിന്റെയും യുദ്ധതന്ത്രത്തിന്റെയും ഉത്തമോദാഹരണം.